ഹാപ്പി എൻവയോൺമെന്റൽ ഡേ. മരം ഒരു വരം. ഒരു ലൈക്കെങ്കിലും കിട്ടിയാൽ മതിയാകും. ഇന്ന് ജൂൺ 5 എല്ലാവരും വലിയ തിരക്കിലാ. ആ എല്ലാവർക്കും ഓരോ പ്രോഗ്രാംസ് ഉണ്ട്. ഒരുത്തി ഇന്നലെ പാട്ട് പ്രാക്ടീസ് തുടങ്ങിയതാ, ഇതുവരെയും തീർന്നില്ല. അവനെപ്പോഴും ബൈക്കിന്റെ മണ്ടയിലാ. ഞാൻ പറഞ്ഞാൽ ഒന്നും അനുസരിക്കില്ല. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. അമ്മൂട്ടി ഇവിടെ ഇരിപ്പുണ്ട്. രാവിലെ തന്നെ അവള് പിണക്കത്തിലാ. അവൾക്ക് ഗ്ലോവിന്റെ എന്തോ വേണോന്നോ ഒക്കെ പറഞ്ഞ അവള് പിണക്കിയിരിക്കുക. അവളുടെ കൊടുക്കാം. നാടി ചെന്റെ. ഹലോ അച്ഛൻ, ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ എർത്തിന്റെ മോഡൽ കൊണ്ടുപോകണം. ചേച്ചിയോടും ചേട്ടനോടും അമ്മയോടും എല്ലാം പറഞ്ഞു, പക്ഷെ ആരും ഉണ്ടാക്കി തന്നില്ല. ആണോ? പക്ഷെ ചേട്ടൻ എന്നോട് അതെ വലിയൊരു കറണ്ട് ബില്ല്. ചേട്ടാ, എന്താടി ചേട്ടൻ അച്ഛൻ വാങ്ങി തന്ന എർത്ത് എന്തിയേ? എർത്തോ? ഹായ് ലൈക്ക്. അച്ഛൻ പറഞ്ഞല്ലോ വാങ്ങി തന്നെന്നാ. ഓ ഗ്ലോബോ? അത് കഴിഞ്ഞ പോലെ ഏതോ ആവശ്യത്തിൽ ലച്ചുവിനും കൊടുത്തു. നീ അവളോട് ചോദിക്കും. ചേട്ടൻ ചേച്ചി കഴിഞ്ഞ വർഷം വാങ്ങി തന്ന ആയിരത്തിന്റെ മോഡലുണ്ട് ഗ്ലോബ്. എന്തേ? നീ അതെവിടെങ്ങനെ പോയി നോക്ക്, ഞാനൊന്ന് പാടി നോക്കോട്ടെ. അതാരെങ്കിലും എനിക്കൊന്ന് എടുത്തു തന്നായിരുന്നെങ്കിൽ. ആകെ ഇരുട്ട് വരുന്നല്ലോ. ഇത് രാവിലെ തന്നെ മഴയാണോ? അമ്മ, ഈ പൊടി എന്താ ഇങ്ങനെ വീഴുന്നേ? ശ്വാസം മുട്ടുന്നു. ഭൂമിയിൽ 4 സെക്കൻഡ് നേരത്തേക്ക് വായു അപ്രത്യക്ഷമായി. ഈ ഒരു അവസ്ഥയെ വളരെ നടുക്കത്തോടെയാണ് ശാസ്ത്രലോകം നോക്കിക്കാണുന്നത്. വായുവിന്റെ അളവ് കുറഞ്ഞു വരികയും ക്രമേണ അത് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളമടക്കമുള്ള ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഈ ഒരു അവസ്ഥ അനുഭവപ്പെട്ടു. ആകാശം കറുത്ത് ഇരുണ്ടുകൂടിയതും കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ നിന്നും സിമന്റ് പൊടിഞ്ഞു വീഴാൻ തുടങ്ങിയതും ആൾക്കാരിൽ പരിഭ്രാന്തി പരത്തി. വായുമലിനീകരണങ്ങളുടെ തോത് കൂടിയതാവാം ഇങ്ങനെയൊരു അവസ്ഥയ്ക്ക് കാരണം. അമ്മ, ഇത് ആകെ പനിലായി. എനിക്കിനി ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇവളിന്നലെ എന്നോട് ചോദിച്ച ഗ്ലോബ് അതെവിടെയാ? ഭൂമി കുലുങ്ങുന്നില്ലേ? സുനാമി ഉണ്ടാകുന്നില്ലേ? എന്തുകൊണ്ട് ഒരു ദിവസം വായു ഇല്ലാണ്ടായിക്കൂടെ? അപ്പോൾ എൻ്റെ അമ്മൂലച്ചൊക്കെ ഒരു വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നത്തിൻ്റെ പേരിൽ ഞാൻ വലിയ പ്രകൃതി സ്നേഹിയായി മാറിയതൊന്നുമല്ല. ഇതെൻ്റെ സ്വാർത്ഥതയാണ്. എനിക്കുള്ളത് എനിക്കുള്ളവർക്കും കൂടി കിട്ടണം. അതിന് ചെയ്യാനുള്ളതും എനിക്ക് തന്നെയാണ്. അങ്ങനെ സ്വാർത്ഥപരമായ 1000 ചിന്തകളുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ എന്ന് പറയാൻ ഒരു ഭൂമി ഉണ്ടാകൂ.